നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എഴുത്താണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ എഴുത്താണ് യൂട്യൂബ് ചാനലിൽ ഇനിയൊരു HSA വിജ്ഞാപനം ഉണ്ടാകുമോ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഖാദിർ കമ്മിറ്റി റിപ്പോർട്ട് പഠനം നടത്തി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ ഏകീകരണ കോർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ആ കോർ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഇനി മുതൽ ഹൈസ്കൂൾ എന്ന് പറയുന്ന വിഭാഗം ഇല്ല എന്ന് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും സ്കൂളുകളും ലയിപ്പിച്ച് സെക്കൻഡറി എന്നൊരു പേരിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂളുകളായിട്ട് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 8 മുതൽ 12ാം ക്ലാസ് വരെ സെക്കൻഡറി തലത്തിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂളുകളായിട്ട് മാറുന്ന കാഴ്ചയാണ് അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ യോഗ്യത, അധ്യാപകരാകാനുള്ള യോഗ്യതയിൽ മാറ്റം വരുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റും പ്രൊഫഷണൽ യോഗ്യതയുമാണ് അവിടെ വരുന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്നാണ് നടപ്പിലാക്കുന്നത്? കാരണം BA BEd കേറ്ററ്റ് എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികളെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ട് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അറിവിലേക്ക് പറയുന്നതിന് കൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്തത്. അത് മറച്ചു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. അപ്പം സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു എഴുത്താണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനും ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു റിപ്പോർട്ട് നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെന്റിന്റെ പക്ഷത്ത് നിന്ന് തീരുമാനമെടുക്കേണ്ടതാണ്. അതായത് നിങ്ങളിൽ പലരും ചോദിച്ചത്, ഈ പറയപ്പെടുന്ന റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ സെക്കൻഡറി സ്കൂൾ സിസ്റ്റമാണ് വരാൻ പോകുന്നത്. 8 മുതൽ 12ാം ക്ലാസ് വരെ പഠിപ്പിക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് PG ആയിട്ട് മാറുന്നു. ഇത് 2030 ശേഷമല്ലേ നടപ്പിലാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഈ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ സെക്കൻഡറി സ്കൂൾ ടീച്ചർ നിയമന യോഗ്യത അതാത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയും സ്പെഷ്യൽ റൂൾ നിലവിൽ വരുന്നതോടുകൂടി യോഗ്യത PG ആയി മാറുമെന്നാണ് പറയുന്നത്. ഈ സ്പെഷ്യൽ റൂൾ 2030 ശേഷമാണോ നിലവിൽ വരുന്നത്, അതല്ല ഉടനെയാണോ സംഭവിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്നും തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നില്ല. അതേസമയം നമ്മുടെ ലോവർ പ്രൈമറി സ്കൂൾ എന്നറിയപ്പെടുന്ന, അതായത് 1 മുതൽ 4ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകരടങ്ങുന്ന സ്കൂളിനെയാണ് ലോവർ പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ റിപ്പോർട്ട് പ്രകാരം. അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെയും പരിഗണിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഈ ലോവർ പ്രൈമറി സ്കൂൾ പ്രകാരം നോക്കുമ്പോൾ അവിടുത്തെ അധ്യാപകരുടെ മിനിമം യോഗ്യത ബിരുദമാക്കുന്നത് 2030 ശേഷം മതി എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ പത്രങ്ങളിൽ വാർത്ത വന്നപ്പോഴും ഇതെന്നായിരിക്കും, ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പൊ ഈ പറയപ്പെട്ട സെക്കൻഡറി സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നതും ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കുമ്പോൾ ഏത് ഘട്ടത്തിലാണ് ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവ്യക്തമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപ്പം ബിരുദം എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉത്കണ്ഠ തരുന്ന ഒരു വാർത്ത തന്നെയാണ്. അപ്പൊ ഇതിന്റെ നിജസ്ഥിതി നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ ഏത് സമയത്തായിരിക്കും ഗവൺമെന്റ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കടന്നു പോകുമെന്ന് പറയുമ്പോൾ ആദ്യ ഘട്ടമായിട്ട് നമ്മുടെ DPI, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, അതുപോലെ തന്നെ വെക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, ഇതെല്ലാം ഒറ്റ കുടക്കീഴിലാക്കി DGE എന്ന് പറയുന്ന ഡയറക്ടറേറ്റിന്റെ കീഴിലാക്കിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുന്ന വർഷങ്ങളിൽ എന്തൊക്കെയാണ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് HSA എക്സാം എന്ന് പറയുന്നത്. നിലവിൽ അടിസ്ഥാന യോഗ്യത ബിരുദവുമാണ്. അപ്പൊ നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട് ബിരുദം എടുത്ത് പഠിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച്. കഴിഞ്ഞ UPSC എക്സാം, ഇപ്പൊ നിങ്ങൾ എഴുതിയിരിക്കുന്ന 2024 നടന്ന UPSC എക്സാമിനും മിനിമം യോഗ്യത ബിരുദമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അന്ന് സ്പെഷ്യൽ റൂൾ നിലവിലുണ്ടായിരുന്നു. പക്ഷെ ആ സ്പെഷ്യൽ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാതെയായിരുന്നു അടിസ്ഥാന യോഗ്യത +2 DEd or BA ആ രീതിയിലേക്ക് വന്നത്. BA BEd എടുത്തവർക്കും UPSC എഴുതാൻ കഴിയും. അടിസ്ഥാന യോഗ്യതയിൽ BA വേണമെന്ന് നിർദ്ദേശിക്കാതെ വന്നത്. ആ സമയത്ത് DELഡും അതുപോലെ തന്നെ +2 ഉള്ളവർക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ HSA എന്ന് പറയുന്ന വിജ്ഞാപനം തന്നെയായിരിക്കും വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന യോഗ്യതയോടുകൂടിയുള്ള ഒരു വിജ്ഞാപനമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനൊരു വസ്തുതയും ഇങ്ങനൊരു റിപ്പോർട്ടും ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യുകയും അതിന്റെ ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിന്റെ ആദ്യ ഘട്ടം ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് അല്ലെങ്കിൽ തെറ്റായ ഒരു
വാർത്ത നമ്മൾ കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അതിന് ശരിക്കുമുള്ളൊരു ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് ഒക്കെ തന്നെ നമ്മൾ വേണമെങ്കിൽ കമൻസിൽ ലിങ്കായിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് എടുത്ത് പരിശോധിക്കാവുന്നതുമാണ്. പത്രവാർത്തകളും ഒക്കെ തന്നെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് അറിയേണ്ടത് നമ്മുടെ HSA എഴുതാൻ പോകുന്ന ഉദ്യോഗം അല്ലെങ്കിൽ അത് മാറുമെന്ന് ഗവൺമെന്റ് പറയുന്നത് ഏത് ഘട്ടത്തിലാണെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് മാറുന്നതെന്ന് അവിടെ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അറിയേണ്ട ആവശ്യകതയുമുണ്ട്. കാരണമെങ്കിൽ മാത്രമേ നിങ്ങളിൽ പലരും ഇപ്പം പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ UPSC എക്സാം കഴിഞ്ഞു, ഇനി അടുത്ത HSA ആണ് ബിരുദം യോഗ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം. അപ്പം ശരിക്കും നിങ്ങളുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് എഴുത്താണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിന്റെ ഏത് ഘട്ടത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അപ്പൊ എല്ലാവരും ആ ഒരു അന്വേഷണാത്മകമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. കാരണം ഇനി വരാൻ പോകുന്ന, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു UPSCയുടെ കാര്യം പോലെ തന്നെ നമുക്കൊരു ഇളവ് നൽകിയാൽ ഇനി വരാൻ പോകുന്ന HSA BA BEdകാർക്കും എഴുതാൻ കഴിയുന്നതാണ്. അത് ഗവൺമെന്റിന്റെ കയ്യിലാണ് ആ ഒരു തീരുമാനം ഇരിക്കുന്നത്. അപ്പം ഇതൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പം ഈ മുന്നിലൊരു കമ്മിറ്റി റിപ്പോർട്ട് ഇരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു എഴുത്താണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നത്. അത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നതും. അതല്ല BAക്കാരെ ഉത്കണ്ഠപ്പെടുത്താനോ തെറ്റിദ്ധാരണ വരുത്താനോ ഒന്നും തന്നെയല്ല ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.